നടത്തുന്നത് അദ്ദേഹം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തുന്ന ഒരു കാര്യമല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം ഇത് അദ്ദേഹം അവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ ഇത്തരത്തിലുള്ള വിഷങ്ങൾ തുപ്പാൻ സാധിക്കുന്നു? അതിന് അങ്ങനെ വിഷം തുപ്പുന്നവൻ അവന്റെ മനസ്സിലൊരു കൊടിയ വർഗീയവാദി ഉളഞ്ഞു കിടക്കുന്നു എന്നതിന്റെ യഥാർത്ഥ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നിവിടെ ഇന്നത്തെ എന്റെ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടു കാണും. നടൻ വിജയ്ക്കെതിരെ സൈബർ ഇടങ്ങളിൽ ഉണ്ടാവുന്ന ആക്രമണം. അത് ഒരു കഴിഞ്ഞ കുറച്ച് 2 വർഷ കാലയളവായിട്ട് അതൊരു പുതുമയുള്ളൊരു വിഷയമല്ല. അതിനു മുന്നേയും പുള്ളിക്കാരന്റെ പ്രസ്താവനകൾ എന്താ പറയാ, ഒരു പ്രത്യേക പാർട്ടിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകളെ പിന്തുണച്ചുകൊണ്ടോ ഉള്ള രീതിയിലല്ലായിരുന്നത് കൊണ്ട് തന്നെ പുള്ളിക്ക് പണ്ട് കാലങ്ങൾ മുതലേ ഈ സോഷ്യൽ ഇടങ്ങളിൽ നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു നടൻ എന്ന രീതിയിൽ നിന്നപ്പോൾ പോലും പുള്ളിയുടേതായ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ അതിൽ എപ്പോഴും പുള്ളി ഒരു മാനവികതയും ഒരു മനുഷ്യത്വവും കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വർഗീയ പാർട്ടിക്ക് വേണ്ടി നിന്ന് ഒരു പ്രസ്താവന സമൂഹത്തിലേക്ക് മെസ്സേജ് പാസ് ചെയ്തിട്ടില്ല നാളിതുവരെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെല്ലാം വർഗീയവാദികൾക്കെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്ര വർഗീയ കോർണറുകളിൽ നിന്നും അദ്ദേഹത്തിനെതിരെയുള്ള അറ്റാക്കുകൾ സർവ്വസാധാരണമായി നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് പുള്ളിക്കെതിരെ നടക്കുന്ന അറ്റാക്കിന്റെ പ്രധാന കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇസ്ലാം മത വിശ്വാസപ്രകാരം നോമ്പ് കാലമാണ്. വ്രതശുദ്ധിയുടെ അവരുടെ മനസ്സിനെയും അവരുടെ ശരീരത്തിനെയും ശുദ്ധിപ്പെടുത്തുന്ന ഒരു സമയത്താണ് കടന്നു പോകുന്നത്. അതായത് അവരുടെ മതഗ്രന്ഥത്തിന്റെ ആ ഒരു വിശുദ്ധിയിൽ അവർ അടിയുറച്ച് വിശ്വസിച്ചിട്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി രാവിലെ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ നോമ്പെടുത്ത് വൈകുന്നേരം ഒരു പ്രത്യേക സമയത്ത് അവരുടെ നോമ്പ് തുറ സമയമാകുമ്പോൾ നോമ്പ് തുറന്ന് അവർ ആചാരം അനുഷ്ഠിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇത്തരം സമയങ്ങളിൽ ഇഫ്താർ പാർട്ടികൾ ഒട്ടുമിക്ക എല്ലാ സെലിബ്രിറ്റീസുകളും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും ഇഫ്താർ പാർട്ടികൾ എല്ലായിടങ്ങളിലും സംഘടിപ്പിക്കാറുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് തമിഴ് സിനിമയിലെ ഒരു അഭിനേതാവായിരുന്ന വിജയ് ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് തമിഴ് വെട്രി കഴകം എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ച് അദ്ദേഹം അതിന്റെ മുൻനിരയിൽ നിന്നും പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം തമിഴ്നാട്ടിൽ ഇത്തരത്തിലൊരു ഇഫ്താർ പാർട്ടി നടത്തുകയുണ്ടായി. നിങ്ങൾ ഈ കാണുന്ന ചിത്രം അതാണ്. ആ ഇഫ്താർ പാർട്ടിയിൽ നടന്ന ചില ചിത്രങ്ങളാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലുള്ള ഇഫ്താർ പാർട്ടികൾ അദ്ദേഹം അവിടെ നടത്തുന്നത്, സത്യം പറഞ്ഞാൽ ഈ സംഘികൾ മനസ്സിലാക്കുക, ഈ ഇഫ്താർ പാർട്ടി അദ്ദേഹം നടത്തുന്നത് അദ്ദേഹം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തുന്ന ഒരു കാര്യമല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം ഇത് അദ്ദേഹം ഈ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം നടത്തുന്ന ഒരു കാര്യമല്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇദ്ദേഹം എല്ലാ വർഷങ്ങളിലും നിരന്തരമായി ഇത്തരം പാർട്ടികൾ നടത്തി ഇഫ്താർ പാർട്ടികൾ നടത്തി വരുന്ന ഒരു മനുഷ്യനാണ്. അവിടെ നിങ്ങൾ ഇപ്പോ കണ്ടത് നിങ്ങൾക്കൊരു എതിരാളിയെ ഏത് രീതിയിൽ അയാളെ തകർക്കാം എന്ന് പറയുന്ന വളരെ ഇന്നിന്റെ രാഷ്ട്രീയമാണ് നിങ്ങൾ കളിക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മുടെ നാട്ടിൽ ജാതിയും മതവും വേർതിരിച്ചു നിർത്തുന്ന രാഷ്ട്രീയം പിന്നെയും കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. നമ്മുടെ തന്നെ ഒരു മികച്ച ഒരു വ്യക്തി പറഞ്ഞ കാര്യം കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞ നിങ്ങൾ അറിയാമായിരിക്കും. നമ്മളുടെ താഴ്ന്ന ആളുകളെ ഉദ്ധരിക്കാൻ ഉന്നത കുലജാതർ വരണം എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യത്തിലൂടെ ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒട്ടും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഞാനിവിടെ പറയുമ്പോൾ ഞാനൊരു 2-3 സോഷ്യൽ ഇടങ്ങളിൽ നിന്നും എടുത്ത കമന്റുകൾ, അതായത് ഈ ഒരു വിഷയത്തിനെ ബന്ധിപ്പിച്ച് സോഷ്യൽ ഇടങ്ങളിൽ വന്ന 2-3 കമന്റുകളൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന കമന്റുകളെല്ലാം തന്നെ വളരെ തീർത്തും വിഷം തുപ്പുന്ന, വർഗീയ വിഷം തുപ്പുന്ന വളരെ മ്ലേച്ഛമായ കമന്റുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു മനുഷ്യൻ, അതിന് വിജയല്ല, ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും ഒരു പവിത്രത എന്ന് പറയുന്നത് നമ്മൾ നാനാ മതത്തെ വിശ്വസിച്ച് എല്ലാവരെയും ഒരു കുടക്കീഴിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു സംസ്കാരമുള്ള ഒരു മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ ഇത്തരത്തിലുള്ള വിഷങ്ങൾ തുപ്പാൻ സാധിക്കുന്നു? അതിന് അങ്ങനെ വിഷം തുപ്പുന്നവൻ അവന്റെ മനസ്സിലൊരു കൊടിയ വർഗീയവാദി ഉളഞ്ഞു കിടക്കുന്നു എന്നതിന്റെ യഥാർത്ഥ രൂപമാണ് നമ്മളിപ്പോൾ ഈ കമന്റുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആളുകൾ നമ്മുടെ നാടിന്റെ ഉയർച്ചയ്ക്കല്ല, നമ്മുടെ നാടിന്റെ തളർച്ചയ്ക്ക് മാത്രമേ സഹകരിക്കൂ എന്ന് തീർത്തും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
അപ്പൊ ഞാനിപ്പോ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഇപ്പൊ നമ്മളുടെ നാട്ടില് ഹിന്ദുവിന്റെ ആചാരപ്രകാരം അമ്പലങ്ങളിൽ പരിപാടികൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചുകളിൽ, ഈ ക്രിസ്ത്യൻ ചർച്ചുകളിൽ പരിപാടി നടക്കുമ്പോൾ, മുസ്ലിം പള്ളികളിൽ പരിപാടി നടക്കുമ്പോൾ നമ്മൾ മതത്തെയോ ജാതിയെയോ നോക്കിക്കാണാതെ ഇതെല്ലാ ആഘോഷങ്ങളും ഒന്നായി ആഘോഷിക്കുന്ന, അതായത് ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും പെരുന്നാൾ വന്നാലും എല്ലാം നമ്മളുടെ ആഘോഷമായി കാണുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു സംസ്കാരം പേറുന്ന ഒരു മലയാള മണ്ണിലുള്ള കേരള നാട്ടിലുള്ള സോഷ്യൽ ഇടങ്ങളിൽ വന്ന കമന്റുകളാണ് ഇത്തരം മ്ലേച്ഛമായ രീതിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞത്. അപ്പൊ ഇതിലും എത്രയോ ഭീകരമായിരിക്കും ഉത്തരേന്ത്യൻ ലോബികളിൽ നിന്നും വരുന്ന കൊടൂര വിഷം തുപ്പുന്ന കമന്റുകൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മളുടെ ഇടയിലേക്ക് ചെറിയ രീതിയിലല്ല വലിയ രീതിയിലാണ് വർഗീയവാദികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതെവിടെയാണോ ആരംഭിക്കുന്നത് അവിടെ നിർത്തി അതിനെ തിരികെ അയക്കണമെന്ന് തന്നെയാണ് നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രയത്നിക്കേണ്ടത്. നമുക്കിവിടെ രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ രാഷ്ട്രീയം ഓരോ മനുഷ്യന്റെയും ഉള്ളിലുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിന് പുറത്ത് നമുക്ക് നല്ലൊരു മനുഷ്യത്വമുണ്ട് എന്നതാണ് ഓരോ മലയാളികളും എപ്പോഴും എവിടെയും പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വ്യക്തികളെ തിരിച്ചറിയാനും ഇത്തരത്തിലുള്ള ജാതി മത വർഗ വർണ്ണം നോക്കുന്നവന്മാരെ ചാട്ടവാറിനടിക്കാനുള്ള ഒരു സംസ്കാരം നമ്മൾ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഇവറ്റകൾ ഇവിടെ നിന്നും മാറിപ്പോകത്തുള്ളൂ. ഇവരുടെ ചിന്തകളെ മാറ്റുവാൻ നമ്മൾ മനുഷ്യത്വം പേറുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം ഇത്തരം കമന്റുകൾ നിങ്ങൾക്കറിയാമായിരിക്കും. ഇത്തരം പ്രൊഫൈലുകളുടെ ഉള്ളടക്കങ്ങൾ തേടിപ്പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്തരം രാഷ്ട്രീയം, എന്തിന്റെ രാഷ്ട്രീയം വിളമ്പുന്നവരാണ് ഇത്തരത്തിൽ വിഷം തുപ്പുന്നതെന്ന്. നിങ്ങൾ എവരുടെ പ്രൊഫൈലുകൾ ഒന്ന് ചികഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയാം, ഇത്തരം വർഗീയതകൾ നമുക്ക് ഒരുമിച്ച് നിന്ന് തന്നെ നേരിടണം. ഇതിന് നമുക്ക് രാഷ്ട്രീയം മറക്കാം, മതം മറക്കാം, ജാതി മറക്കാം. മനുഷ്യർ എന്ന രീതിയിൽ ഒരുമിച്ച് നിന്ന് ഒരാളുടെ പേരിന്റെ മുന്നിൽ, ഒരാളുടെ രാഷ്ട്രീയത്തിന് മുന്നിൽ അവിടെ ജാതിയോ മതമോ വർഗമോ പറഞ്ഞ് അവനെ കളിയാക്കുന്നുണ്ടെങ്കിൽ, അവനെ അവഹേളിക്കുന്നുണ്ടെങ്കിൽ, അവനെതിരെ നിൽക്കുന്ന ഒരു സമൂഹത്തെ കെട്ടിയുയർത്താൻ സാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം ഞാനിവിടെ നിർത്തുന്നു. പറയാൻ ഒത്തിരിയേറെയുള്ള ഒരു വിഷയമാണ്. പക്ഷെ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മളിൽ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക തന്നെ വേണം, പ്രതികരിക്കുക തന്നെ വേണം, ചോദിക്കുക തന്നെ വേണം എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒപ്പം ഞാനിപ്പോൾ എൻ്റെ വീഡിയോകളൊന്നും പറയാറില്ല, പക്ഷെ ഒന്ന് കൂട്ടിച്ചേർക്കുന്നു. എൻ്റെ ചാനൽ ഇന്നുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അരികിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായമാണ് ഞാനെന്നല്ല, ഈ യൂട്യൂബിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോരുത്തരുടെയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനം. നിങ്ങൾക്ക് പറയാനുള്ളത് അതിന് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇനിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.